നമസ്കാരം. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ അവസാന ദിനം ഇന്ത്യ സമനിലയ്ക്കായി പൊരുതുകയാണ്. ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ച 340 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യക്കായി സീനിയർ താരങ്ങൾ അവസരത്തിനൊത്ത് ഉയർന്നില്ല. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും KL രാഹുലുമെല്ലാം നിരാശപ്പെടുത്തിയ മത്സരത്തിൽ യശസ്വി ജയ്സ്വാളിന്റെ പ്രകടനമാണ് ഇന്ത്യയെ അല്പമെങ്കിലും പിടിച്ചു നിർത്തിയത്. 208 പന്ത് നേരിട്ട് 8 4 അടക്കം 84 റൺസ് എടുത്താണ് ജയ്സ്വാൾ പുറത്തായത്. പാറ്റ് കമ്മിൻസിന്റെ ലെഗ് സൈഡിലെത്തിയ പന്തിൽ വിക്കറ്റ് കീപ്പർ ക്യാച്ച് നൽകിയാണ് ജയ്സ്വാൾ മടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ജയ്സ്വാളിന്റെ പുറത്താകൽ വലിയ വിവാദത്തിലായിരിക്കുകയാണ്. ലെഗ് സൈഡിലെത്തിയ പന്ത് ജയ്സ്വാളിന്റെ ബാറ്റിൽ കൊണ്ടില്ലെന്നാണ് റിവ്യൂവിലും അൾട്രാ എഡ്ജിലും വ്യക്തമാവുന്നത്. എന്നിട്ടും തേർഡ് അമ്പയർ ഔട്ട് വിളിച്ചതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. പാറ്റ് കമ്മിൻസിന്റെ ഷോർട്ട് ബോൾ ജയ്സ്വാളിന്റെ ബാറ്റിനും ഗ്ലൗസിനും തൊട്ടടുത്തുകൂടിയാണ് പിന്നോട്ട് പോയത്. പന്തിനെ കൃത്യമായി കയ്യിൽ ഒതുക്കാൻ വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരിക്കുമായി. ഇതിന് പിന്നാലെ ഓസീസ് താരങ്ങൾ അപ്പീൽ ചെയ്തപ്പോൾ ഓൺ ഫീൽഡ് അമ്പയർ നോട്ട് ഔട്ട് വിളിക്കുകയായിരുന്നു. എന്നാൽ റിവ്യൂ എടുത്ത ഓസീസിന് അനുകൂലമായാണ് വിധിയെത്തിയത്. ജയ്സ്വാൾ ഔട്ടാണെന്നാണ് തേർഡ് അമ്പയർ വിലയിരുത്തിയത്. എന്നാൽ വീഡിയോയിൽ ജയ്സ്വാളിന്റെ ബാറ്റിലും ഗ്ലൗസിലും പന്ത് കൃത്യമായി കൊണ്ടുവെന്ന് പറയാനാവില്ല. അൾട്രാ എഡ്ജിൽ വേരിയേഷനും കാട്ടുന്നില്ല. എന്നാൽ ശബ്ദത്തിന്റെയും പന്തിന്റെ ദിശമാറ്റത്തിന്റെയും വിലയിരുത്തലിൽ അമ്പയർ ഔട്ട് വിധിക്കുകയായിരുന്നു. ജയ്സ്വാളിനും ഇന്ത്യൻ താരങ്ങൾക്കും വിശ്വസിക്കാനാവാത്ത തീരുമാനമായിരുന്നു ഇത്. പുറത്തേക്ക് പോകുമ്പോൾ അമ്പയറുമായി ജയ്സ്വാൾ തർക്കിച്ചാണ് മടങ്ങിയത്. സാങ്കേതികതയിലെ പാളിച്ചയാണ് ഇതെന്ന് പറയാനാവില്ല. തേർഡ് അമ്പയറുടെ പരിശോധനയ്ക്ക് ശേഷം ഇന്ത്യക്ക് പ്രതികൂലമായി തീരുമാനം വരുന്നത് ഈ പരമ്പരയിൽ ഇതാദ്യമായല്ല. പെർത്ത് ടെസ്റ്റിൽ KL രാഹുലിന്റെ വിക്കറ്റ് അനുവദിച്ചതും വളരെ വിവാദമായിരുന്നു. അൾട്രാ എഡ്ജ് കാട്ടാത്ത സാഹചര്യത്തിൽ പോലും ശബ്ദത്തിന്റെയും സംശയത്തിന്റെയും ആനുകൂല്യത്തിൽ ഓസ്ട്രേലിയക്ക് അനുകൂലമായി ഇന്ത്യയുടെ വിക്കറ്റ് അനുവദിക്കുന്നതാണ് കാണാനാവുന്നത്. മെൽബണിൽ ജയ്സ്വാളിന്റെ പുറത്താക്കലിന് പിന്നാലെ ആകാശ് ദീപിന്റെ പുറത്താക്കലും ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്. ആകാശിന്റെ ബാറ്റിൽ കൊണ്ട് പാഡിൽ തട്ടി ഉയർന്ന പന്ത് അടുത്ത ഫീൽഡ് ചെയ്ത ട്രാവിസ് ഹെഡിന്റെ കയ്യിലാക്കുകയായിരുന്നു. എന്നാൽ അൾട്രാ എഡ്ജിൽ ബാറ്റിൽ നിന്ന് പന്ത് കടന്നുപോയതിനു ശേഷമാണ് വേരിയേഷൻ കാട്ടുന്നത്. എന്നിട്ട് മോസസ് അനുകൂലമായി ആകാശിന്റെ വിക്കറ്റ് അനുവദിച്ചു എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെല്ലാം കളിമറന്ന പിച്ചിലാണ് യശസ്വി ജയ്സ്വാൾ ഹീറോയായി മാറിയിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ 82 റൺസ് എടുത്ത ജയ്സ്വാൾ രണ്ടാം ഇന്നിംഗ്സിൽ 84 റൺസാണ് നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ വിരാട് കോഹ്ലിയുമായുള്ള ആശയക്കുഴപ്പത്തെ തുടർന്ന് ജയ്സ്വാൾ റൺഔട്ട് ആവുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ താരം സെഞ്ചുറി അർഹിച്ചപ്പോൾ ഇത്തരമൊരു വിധിയോടെ കളം വിടേണ്ടി വരികയായിരുന്നു. എന്തായാലും അമ്പയറുടെ തീരുമാനത്തിനെതിരെ വിമർശനം ശക്തമാണ്. ഇന്ത്യയുടെ മെൽബണിലെ ബാറ്റിംഗ് പ്രകടനത്തിനെതിരെയും ആരാധകർ വിമർശനം ഉയർത്തുകയാണ്. ഇന്ത്യയുടെ പേര് കേട്ട താരങ്ങൾക്കൊന്നും മികവ് കാട്ടാൻ സാധിച്ചില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. ജയ്സ്വാൾ 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറിയോടെ റെക്കോർഡിട്ടപ്പോൾ മികച്ചൊരു പിന്തുണ നൽകാൻ പോലും ആർക്കും സാധിക്കുന്നില്ല. എന്തായാലും ഓസീസ് പരമ്പരയ്ക്ക് ശേഷം വലിയ പൊളിച്ചെഴുത്ത് ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.